നമ്മൾ കയറിയിരിക്കുമ്പോഴും അവർ ഓടിക്കുമ്പോഴുള്ള ഫീലിംഗ് വേറെയാണ്, ഡ്രൈവിംഗ് ഫീൽ വേറെയാണ്. അതുകൊണ്ടാണ് കോമ്പാക്ട് എസ്യുവി രീതിയിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഇന്നത്തെ വില പറയുന്നതെന്ന് ചോദിച്ചിട്ട് കമന്റ് പറയാറുണ്ട്. അതേ അന്നത്തെ വിലയും കൂടി എടുത്ത് പറഞ്ഞത് വേറെ ഒന്നുമില്ല. ഇത്രയും ഡീവിയേഷൻ എടുത്തിട്ട് 1 lakhിൻ്റെ അടുത്തൊക്കെ ഡീവിയേഷൻ വന്നിട്ടാണല്ലോ 575 നെറ്റ് റേറ്റ്. എന്താ പറയാ, പവർഫുൾ ആണ്. മൈലേജ് കുറവായിരിക്കും. പ്രത്യേകിച്ച് ഒരു വണ്ടിയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഓട്ടോമാറ്റിക് ട്രാഫിക്കിലൊക്കെ ടൗണിലൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ നല്ലൊരു ഡീസലാണ്. ഇപ്പം കിട്ടാൻ ടൈറ്റ് ആയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു, കാരണം കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ പറഞ്ഞത്, ചില സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ചില കസ്റ്റമർ നെഗറ്റീവ് ആയിട്ട് ഞാനും കാണിച്ചു പറ്റുന്നില്ല. ഞാൻ എന്തായാലും വിൽക്കാൻ പോകുന്നില്ല, എന്നാലും പറയാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മാർച്ച് മാസത്തിലെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് കാർ സോണിലാണ്. വൈശാഖെ നമസ്കാരം. സുഖം. ഓക്കെ, എന്താ മാർച്ച് മാസത്തിന്റെ ഈ ഒരു ക്ലോസിംഗ് ആണ് പറഞ്ഞാല് ഇന്നിപ്പോ ഏകദേശം 27-ാം തീയതി. നമ്മളെ കൈമലി പറഞ്ഞാല് ഓൺലി 4 days കൂടിയാണ് റിമൈനിങ്. ഈ ഒരു 3 ദിവസം ഫുള്ളി ലീവാണ് എല്ലാവരും, അതായത് ദുഃഖവെള്ളി, പെസഹ, ഈസ്റ്റർ വരെ. ആ ഒരു പീരീഡിൽ വെച്ചിട്ട് കൂടുതൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ അത് മാക്സിമം വണ്ടിക്ക് വർക്കൗട്ട് ചെയ്തിട്ടുള്ള റേറ്റാണ് എല്ലാ വണ്ടിക്കും കൊടുക്കുന്നത്. അത് ഓൾമോസ്റ്റ് നമ്മളെ നെറ്റ് റേറ്റിനെ ആയിരിക്കും. നെറ്റ് റേറ്റ് ആക്കിയിട്ടാണ് ഫൈനലിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് സംസാരിച്ച് നോക്കാം, പക്ഷേ അത്രയും നെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് വീഡിയോയിൽ ഏകദേശം മിക്സഡ് ആയിട്ടാണ് വണ്ടി വരുന്നത്, എല്ലാ കാറ്റഗറിയും വണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കലാണ് ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത്. ഇതിൽ നമ്മളിപ്പോൾ കാണിക്കുന്നതിൽ എല്ലാ ടൈപ്പ് വാഹനങ്ങളും എല്ലാവർക്കും കാണാൻ സ്റ്റോക്കുകൾ ഒരു 120 ആ റേഞ്ച് സ്റ്റോക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 10-14 വണ്ടിയാണ് കാണിക്കുന്നത്. അതിൽ മിക്സ് ആയിട്ട് നമ്മൾ കാണിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈം എന്നൊരു കമൻറ്റ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയ പേജുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകും. ആദ്യ വാഹനം ഒരു കോമ്പാക്ട് എസ്യുവി ആണ്. കിയ സോണറ്റ് ആണ്. KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. സോണറ്റിലൊരു സിൽവർ കളർ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു കാണുന്നത്. കൂടുതൽ ഇതിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കൂടുതൽ കാണാറുള്ളത്. സിൽവർ കുറച്ചൊരു മൂവിങ് കുറവാണ്, പക്ഷെ നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന കളർ തന്നെയാണ്. അതെ, ഓക്കെ, പറഞ്ഞോളൂ. 2022 മോഡൽ പെട്രോളിൽ 3rd ഓപ്ഷൻ വണ്ടി, അതായത് HTK പ്ലസ് ആണ് വരുന്നത്. HTK പ്ലസ് അല്ല, ഇതിന്റെ മുകളിൽ HTX പ്ലസ് GT ലൈനാണ് വരുന്നത്. 1.2 എഞ്ചിൻ CC വരുന്നത്. ഏകദേശം നമുക്കൊരു മിഡിൽ ഓപ്ഷൻ വണ്ടി തന്നെ പറയാം. നമ്മൾ സ്വിഫ്റ്റ് പോലുള്ള വണ്ടികൾ VXi എടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് പെട്രോൾ എഞ്ചിൻ, ക്യാമറ അഡീഷണൽ ആയിട്ട് വരുന്നത്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പിന്നെ SUV എന്നുള്ളൊരു പർപ്പസിലേക്ക് വണ്ടി വന്നു. നമ്മൾ കയറിയിരിക്കുമ്പോഴും അവർ ഓടിക്കുമ്പോഴുള്ള ഫീലിംഗ് വേറെയാണ്, ഡ്രൈവിംഗ് ഫീൽ വേറെയാണ്. അതുകൊണ്ടാണ് കോമ്പാക്ട് SUV എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. 4 door പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ മൈലേജ് ഏകദേശം ഒരു 17 വാട്ട് റേഞ്ചിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കിട്ടുന്നുണ്ട് അല്ല. ഇതിപ്പോൾ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 24,000 കിലോമീറ്റർ, 2022 വണ്ടി. ഓക്കെ, 7ാം മാസം വന്ന 2 വർഷം. 24 ജൂലൈ വരെ അണ്ടർ കമ്പനി വാറണ്ടി. ഇപ്പോൾ കമ്പനി വാറണ്ടി വേണ്ട, അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആളുകൾക്കാണ് നമ്മളെ 2 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്തായാലും കിട്ടുന്നുണ്ട്. ഇവരുടെ RSI എല്ലാം കിട്ടുന്നുണ്ട്. 2022 HTK പ്ലസ്. ഓക്കെ, ഫുൾ ബട്ടൺ ടയേഴ്സ് ഉണ്ട് ഏകദേശം. ഓട്ടത്തിന്റെ ടയേഴ്സ് അല്ലല്ലോ ഇത്. പിന്നെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. പുതിയ ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 11.80 ആ റേഞ്ചിൽ ഇപ്പോൾ ലൈവ് വില ഉണ്ട് ഈ വണ്ടി. ഇത് ഇറങ്ങുന്ന സമയത്ത് ഒരു 11 രൂപേൻ്റെ അടുത്തൊക്കെ ആയിട്ട് എന്തായാലും വരണം. നമ്മൾ ആസ്കിങ് വരുന്നത് 8.85 8,85,000 രൂപയ്ക്ക് കിയ സോണറ്റ് 2022 മോഡൽ HTK പ്ലസ് 24,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 8,80,000. അതിൽ നമുക്കൊരു 780 ലോൺ കിട്ടും. ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. മോഡൽ കൂടിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ലോൺ ചെയ്ത് കൊടുക്കാം. 1 lakh IP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു കോമ്പാക്ട് SUV ആണ്. അന്ന് ഏകദേശം 11 ലക്ഷം വില വരുന്നുണ്ട്. ഇന്നിപ്പം 11.80 മുകളിലേക്ക് വന്ന് ഇനിയിപ്പോൾ 24 ആകുമ്പോൾ വീണ്ടും വിലകാരാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. നല്ലൊരു അടിപൊളി വാഹനം, ലോ കിലോമീറ്റർ വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് പോലോ. ടാറ്റ അൾട്രോസ് KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ. 2020 നവംബർ രജിസ്ട്രേഷൻ വണ്ടി. 5 സ്റ്റാർ റേറ്റിംഗ്, എക്സെറ്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴ്ത്തുന്നതാണ്. നമ്പർ രജിസ്ട്രേഷൻ മാത്രമല്ല, മോഡൽ നമ്പർ തന്നെയാണ്. നമ്മുടെ രജിസ്ട്രേഷൻ 11 മാസം എക്സെറ്റ് ആണ് വരുന്നത്. എക്സെറ്റ് പ്ലസിലേക്ക് വരുമ്പോൾ ഫുൾ ഓപ്ഷൻ വരും. സിംഗിൾ ഓണർഷിപ്പ്, 48,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ വണ്ടി കേട്ടോ. 48. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. 4 door പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇല്ലാത്ത പറയാം, അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലാത്ത മാത്രം പറഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് കവർ ഉണ്ടാവില്ല, മറ്റേ വൈപ്പേഴ്സും കാര്യങ്ങളും ഉണ്ടാവില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ബാക്ക് വൈപ്പർ മാത്രമേ ഇല്ല, ബാക്കിയെല്ലാം സീറ്റ് കവറും ഉണ്ടാവില്ല.
അത്രയേ ഉള്ളൂ പ്ലസിലേക്ക് മാറ്റം വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം കമ്പനി സർവീസ് അല്ലേ? കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ളത്. ഓക്കെ, ഒരു 13-15 റേഞ്ച് മൈലേജ്. താല്പര്യപ്പെടുന്ന ആളുകൾ വണ്ടി നമ്പർ ഹിസ്റ്ററി നോക്കിയിട്ട് കോൺടാക്ട് ചെയ്താൽ അത്രേ ഉള്ളൂ. മേജറായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവില്ല. നിങ്ങളുടെ വാറണ്ടി അല്ലേ? നമ്മളെ വാറണ്ടി ഇല്ല, 2 ഇയർ വാറണ്ടി കാര്യങ്ങൾ. RSA അല്ല? RSA അല്ല. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? 650 കൊടുക്കുക നെറ്റ് റേറ്റ് ആയിട്ട്. 6,50,000 2020 48,000 കിലോമീറ്റർ ഓടിയ എക്സെഡ് ടാറ്റ അൾട്രോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്, ഫുൾ കമ്പനി സർവീസ്. പുതിയതിന് 10,80,000 രൂപ എടുത്ത് ഓൺ ദ റോഡ് വില വരുന്നത്. ഇപ്പോൾ ലൈവ് വില 6,50,000 2 വർഷം വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അന്നത്തെ വില ഏകദേശം ഒരു 9,00,000 ഉണ്ടാവും. മോള് വില ഉണ്ടാവും, 10,00,000 അന്നത്തെ വില. പലരും നിങ്ങളുടെ ഇന്നത്തെ വില പറയുന്നതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് പറയാറുണ്ട്. അത് അന്നത്തെ വിലയും കൂടി എടുത്ത് പറഞ്ഞത്, വേറെ ഒന്നുമില്ല, ഒരു ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു 5-5.25 ലോൺ വരുമോ? 5.5 റേഞ്ചിൽ വെച്ച് കൊടുക്കാം. 5-6 റേഞ്ചിലൊക്കെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു നിയോസ് ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള ഹ്യുണ്ടായി i10 നിയോസ്. എങ്ങനെയാണ് പൈസ കിട്ടിയിട്ട്? 2020 ഫുൾ ഓപ്ഷൻ വണ്ടി, 40,000 കിലോമീറ്റർ, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ മാനുവൽ ഡ്രൈവ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട്. ഓട്ടം 40,000. ഓക്കെ, 2020 40,000 കിലോമീറ്റർ. ഫുൾ ഹിസ്റ്ററി ഉണ്ടല്ലോ? ഹിസ്റ്ററി അവൈലബിൾ ഉള്ള വണ്ടി. ഓക്കെ, നിങ്ങളുടെ 2 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ റേറ്റ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,75,000 നെറ്റ് റേറ്റ് ഉണ്ടോ പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുകളിലിട്ട പ്രൈസ് ഉണ്ട്, 6,79,000 അതിന്റെ മുകളിലിട്ട പ്രൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും ഡീവിയേഷൻ എടുത്തിട്ട് 1 ലാഖിൻ്റെ അടുത്തൊക്കെ ഡീവിയേഷൻ വന്നിട്ടാണല്ലോ 5,75,000 നെറ്റ് റേറ്റ്. ഓക്കെ, 5,75,000. പുതിയ 10 റേഞ്ചിൽ മുകളിൽ എന്തായാലും വരണം. മോഡൽ 2020 40,000 കിലോമീറ്റർ ഓടിയ ആസ്റ്റ മാനുവൽ നിയോസ് സ്വന്തമാക്കാം. ഒരു 1 ലാഖ് ആയിപ്പിണ്ട് ഇറക്കാം. ചിലപ്പോൾ 1 ലാഖ് വേണ്ടിയില്ല, മാക്സിമം ലോണും കയറുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. മൈലേജ് ഒരു 13-16 റേഞ്ച്, ചിലപ്പോൾ 17 വരെ കിട്ടും. നിയോസിന് കുറച്ചുകൂടി കമ്പനി മൈലേജ് കുറച്ചും കൂടി ഉണ്ട് മൈലേജ്. ഓക്കെ, ക്രെറ്റ വന്നു. KL39 തൃപ്പൂണിത്തുറയല്ലേ? 39 അല്ല, എറണാകുളം ജില്ലയാണ്. 2016 മോഡൽ ഫുൾ ഓപ്ഷൻ. അന്ന് ഇറങ്ങിയ ടോപ്പ് എൻഡ് വരുന്നത് അറിയാം. സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അലോ വീൽസ്, എയർ ബാഗ്, ഓട്ടോമാറ്റിക് AC കൺട്രോൾ, എല്ലാ ഫീച്ചേഴ്സും. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയിൽ. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോളാണ് വരുന്നത്. 1.6 പെട്രോൾ എഞ്ചിൻ. എനിക്ക് തോന്നുന്നു അന്ന് ഇറങ്ങുമ്പോൾ 16 ലക്ഷം റുപ്യൻ്റെ ചോളേറ്റ് 12-13 ലക്ഷം റുപ്യൻ്റെ റേഞ്ചിൽ എന്തായാലും വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ. ഇതിന്റെ ബേസ് തന്നെ ഏകദേശം 400 റുപ്യൻ്റെ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഓക്കെ, എന്താ പറയാ, പവർഫുൾ ആണ്. മൈലേജ് ഇവിടെ ഒരു SUV കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ലോങ് ഡ്രൈവ് കാര്യങ്ങളിലൊക്കെ മൈലേജ് കമ്പയർ ചെയ്ത ആളുകളാണെങ്കിൽ നല്ല ഡ്രൈവ് ആസ്വദിച്ച് പോകാം. ഡ്രൈവും കംഫർട്ടും അത്രയുള്ള ഇത് പറഞ്ഞാൽ അന്നും ഇന്നും മാർക്കറ്റിൽ കുറച്ച് രാജാവായി ഉണ്ടായിരുന്ന ഒരു വണ്ടി വെല്ല മാത്രമുള്ള സാധനം ഇപ്പോഴും ഇറങ്ങിയില്ല എന്ന് ഞാൻ പറയാണ്. പറഞ്ഞോളൂ, എത്ര പ്രൈസ്? ഇത് നമ്മൾ അതിൽ 8-10 ഉണ്ട്, അതൊന്നും പറയുന്നില്ല. 7,75 കൊടുക്കട്ടെ നെറ്റ് റേറ്റ്. 7,75,000 രൂപയ്ക്ക് ഈ ഒരു ക്രെറ്റ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2016 ഫുൾ ഓപ്ഷൻ വേണ്ടി ഏകദേശം ഒരു 1.5 രൂപ IP ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. മാക്സിമം ഒരു 4 അല്ലെങ്കിൽ 5 വർഷം വരെ ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വാറണ്ടി ഉണ്ടല്ലോ? വാറണ്ടി 1 ഇയർ ആയിട്ടുണ്ട്. 16 വണ്ടി എഞ്ചിനും ഗിയർ ബോക്സിന് മാത്രമേ വാറണ്ടി. ബാക്കി നമ്മൾ ഇത്ര പറഞ്ഞ 2 ഇയർ എന്ന് പറയുന്നത് 1 ഇയർ വരുന്ന കോംപ്രഹെൻസീവ് വാറണ്ടിയാണ്. അധിക പാർട്സിന് വാറണ്ടി കിട്ടുന്നുണ്ട് അതിൽ. എഞ്ചിനും ഗിയർ ബോക്സ് മാത്രമേ എഞ്ചിനും ഗിയർ ബോക്സ് മാത്രമാണ് 1 ഇയർ പറയുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ക്വിഡ് വന്നു. KL38 രജിസ്ട്രേഷനുള്ള ക്വിഡാണ്. ഓട്ടോമാറ്റിക് വരുന്നത് കേട്ടോ. ഓട്ടോമാറ്റിക്കാ? 2018 ഫുൾ ഓപ്ഷൻ വണ്ടി. ഓപ്ഷനിലല്ലോ? അല്ലല്ല, RST ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 40,000 കിലോമീറ്ററാണ് വണ്ടി ഇപ്പം ലൈവിലൂടെ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. 2 ഇയർ വാറണ്ടി. ഓക്കെ, എല്ലാം ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. മൈലേജ് ഏകദേശം ഒരു 15-16 ലോങ് ഡ്രൈവ് ഒക്കെയാണ് 1 വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 1 ലിറ്റർ ഓട്ടോമാറ്റിക്കലി വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലി 2018 40,000 കിലോമീറ്റർ. ഒരു കിഡ് ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ ഏകദേശം 7 ലക്ഷം റുപ്യൻ്റെ മുകളിലേക്ക് പ്രൈസ് ആയിട്ടുണ്ട്. AMT കുറച്ച് കാലമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ഉള്ള സംഭവമാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു വണ്ടിയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഓട്ടോമാറ്റിക് ട്രാഫിക്കിലൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ നല്ലൊരു
കൂടുതലൊന്ന് പഠിച്ചിട്ടൊക്കെ കുറച്ച് വലിയ വണ്ടിയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു 3-4 കൊല്ലം ഉപയോഗിച്ചിട്ട് വലിയൊരു ബെനിഫിറ്റിലേക്ക് ലോസിലേക്ക് ഇനി എന്തായാലും വരാനില്ല. കാരണം ഓൾറെഡി ഡിപ്രീസിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത്. പിന്നെ പുതിയതൊക്കെ എടുത്തിട്ട് 1,00,000 രൂപയ്ക്ക് കിട്ടെടുത്ത് ഇങ്ങോട്ട് ഡിപ്രീസിയേഷൻ വരാനും വലിയ നഷ്ടത്തിന് വരുന്നതിനേക്കാൾ നല്ല മറ്റൊരു ചൂസ് ചെയ്യാൻ പറ്റും. അതെ, നമ്മളെ റേറ്റ് വന്നിട്ട് 375 നെറ്റ് റേറ്റ് കൊടുക്കും കേട്ടോ. 2018 ഓട്ടോമാറ്റിക് RXT ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 3,75,000 രൂപയ്ക്ക് ഒരു 3 lakhs ലോൺ വരും. 3 lakhന്റെ മുകളിലായിട്ട് ചെയ്തു കൊടുക്കാം. 19 50 രൂപ ഉണ്ടെങ്കിൽ 50 ഇറക്കും. ഇറക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ഹ്യുണ്ടായി i20 ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. വാഹനം ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. ഓക്കെ, ഇപ്പം കിട്ടാൻ ടൈറ്റ് ആയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു, കാരണം കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലി എനിക്ക് തന്നെ കോൾ വരുന്നു. ഡീസലിൽ മാഗ്നിയാണ് വരുന്നത്. കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. AC പോസ്റ്ററിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം ഉണ്ടോ? കാര്യങ്ങളൊക്കെ. കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒന്നുമില്ല. 19 അപേക്ഷിച്ചിട്ട് കുറച്ച് ഓട്ടം ഉണ്ട്, പക്ഷേ ഡീസലിനെ അപേക്ഷിച്ചിട്ട് ഓട്ടം കുറവാണ്. എത്രയാണ്? 70,000 കിലോമീറ്റർ. 70,000 എന്ന് പറയുമ്പോൾ 4-5 വർഷമായല്ലോ അല്ലേ? 5 വർഷം. അതാണ് 19 അപേക്ഷിച്ചിട്ട് പറഞ്ഞാൽ നോർമൽ ഓട്ടമാണ്. ഡീസലിനെ അപേക്ഷിച്ച് ഓട്ടം കുറവാണ്, അങ്ങനെയാണ് പറഞ്ഞത്. സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ബോണ്ട് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ബോണ്ട് മാത്രമല്ല പറയുള്ളൂ. ബോണ്ട് മാത്രം സോറി, ബോണ്ടല്ല, ഫ്രണ്ട് വിൻഷീൽഡ്. 2022 വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ടയർ കുറച്ച് കുറവുണ്ട്, എവറേജ് ആണെന്ന് പറയാം. നമ്മളിപ്പോൾ റേറ്റ് ഓൾറെഡി ഇട്ടത് പ്രീവിയസ് റേറ്റ് ഏകദേശം ഒരു 6 ഒക്കെ മുകളിലായിട്ടാണ് ഇട്ടത്. ഇപ്പം മാർച്ച് മാസത്തെ ഓഫറിലേക്ക് വന്ന വണ്ടിയാണത്. ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ മഹീന്ദ്ര തന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഇതാണ്. 575 നെറ്റ് കൊടുക്കും കേട്ടോ. 5,75,000 രൂപയ്ക്ക് 2019 ഡീസൽ മാഗ്ന i20 സ്വന്തമാക്കാം. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. പെർഫോമൻസ് അടിപൊളിയായിരിക്കും, കംഫർട്ടും അടിപൊളിയായിരിക്കും. വാറണ്ടി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും അടക്കം 575 കൊടുക്കാം. 2 ഇയർ വാറണ്ടി. 2 ഇയർ വാറണ്ടി കോംപ്രഹെൻസീവ് ആണ്. 1 ഇയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോംപ്രഹെൻസീവ് വാറണ്ടിയും കിട്ടുന്നുണ്ട്. ഒന്നും നോക്കാനില്ല, കണ്ണും പൊട്ടിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഓക്കെ. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 5 റുപ്യേൻ്റെ അടുത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 75,000 കണ്ടാൽ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കും. ആ ഒരു ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. അടുത്ത വണ്ടിയിലേക്ക് വിട്ടാലോ? വീണ്ടും ഒരു ഹ്യുണ്ടായി വണ്ടി തന്നെയാണ്, പക്ഷേ ഹ്യുണ്ടായുടെ ഒരു ചെറിയ സെഗ്മെന്റ്. ഇയോണാണ്. 800 cc വാഹനം. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ. 2018 മോഡലാണ് വരുന്നത്. വേരിയന്റ് വരുന്നത് എറാ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. സെൻട്രൽ ലോക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അത് നോർമൽ ഇറാ പ്ലസ് എല്ലാവരും ചെയ്യുന്നതാണ്, അതാണ് ചോദിച്ചത്. ഗ്ലാസ് ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 60,000 മാറ്റാണ്ട് വെച്ചാൽ എന്താ പറഞ്ഞാൽ ഇതിനിപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ ആളുകൾ വേറെ ഇത് വലിയ റീപ്ലേസ് ആണെന്ന് പറയും. കാണിച്ചു കൊടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആയ ആൾക്ക് മാറ്റി കൊടുക്കുക. ഇതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇത്രയും കാലം 18 ഗ്ലാസ് തന്നെയാണ്. ഇത്രയും കാലം പുള്ളി എന്നാണോ വന്നതെന്ന് അറിയില്ല, ഓടിയതാണ്. ഉള്ളോട്ടുള്ള ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല. എൻ്റെ ഗ്ലാസ് അങ്ങനെ തന്നെയാണ്, ഞാൻ മാറ്റിയിട്ടില്ല. അത് പറഞ്ഞത് ചില സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ചില കസ്റ്റമർ നെഗറ്റീവ് ആയിട്ട് കാണിച്ചു പറ്റുന്നില്ല. ഞാൻ എന്തായാലും വെക്കാൻ പോകുന്നില്ല, എന്നാലും പറയാം. ചില ആളുകൾ എന്താ പറയുക, ചില ആൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഈ ഗ്ലാസ് ഓടിൻ്റെ ഒരു പാർട്സ് ആണ്, നമ്മളെ സ്കിന്നിലെ തൊലി പോലെ അത് തന്നെ പറ്റില്ല. എങ്ങനെയായാലും ഒരു 16-18 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. വേറെ ക്ലെയിം ഒന്നുമില്ല. 280 കൊടുക്കുക നെറ്റ് റേറ്റ് കേട്ടോ. 2,80,000 2018 ഇറാ പ്ലസ് ഹ്യുണ്ടായി ഇയോൺ സ്വന്തമാക്കാം. 230 വരെ നമുക്ക് ലോണും ചെയ്തു. 50,000 കണ്ടാണ്. 50,000 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ സാധിക്കും. ഈ ഒരു നമ്മൾ ഈ ലോണിൻ്റെ പറയുമ്പോൾ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, 750 നമ്മൾ സിബിൽ. അതൊന്നും വേണ്ട. നമ്മൾ ഇതുവരെ ലോൺ എടുക്കാത്ത ആണെങ്കിലും കൂടെ സ്കോർ ഇപ്പം നോക്കൽ വളരെ കുറവാണ്. ഇതുപോലെ ട്രാക്കാണ് നോക്കുക. എന്തെങ്കിലും ഓവർ ഡ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പ്രയാസം. ചെറിയ എമൗണ്ട് ആണ്, അത് ചിലപ്പോൾ 1,000 രൂപയായാലും 100 രൂപയായാലും അത് കയറി കിട്ടാൻ പറ്റും. പക്ഷെ നിലവിൽ വേറെ ലോണൊക്കെ റണ്ണിങ് ആയി പോകുന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻകം അവർക്ക് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. നമ്മൾ ട്രാക്കാ നോക്കാം കാര്യമായിട്ട്. ബാങ്ക് ട്രാൻസാക്ഷനും ഒരു കാര്യമില്ല. ഇതുവരെ ലോൺ എടുക്കാത്ത ആളാണെങ്കിൽ ലോൺ കിട്ടും, അതും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെ ലോൺ എടുക്കാത്ത അവർക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ നല്ലോണം നടക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ എടുത്തില്ല മൈനസ് തന്നെ ഉണ്ടാവും സിബില്. അപ്പോൾ അത് നിങ്ങൾ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് ബാങ്ക് എന്തായാലും ലോൺ വരും അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹോണ്ട സിറ്റിയാണ്. KL 53 രജിസ്ട്രേഷൻ. 53 എവിടെയാണ്? പെരിന്തൽമണ്ണ. ഓക്കെ, പറഞ്ഞോളൂ. 2018 മോഡല് V ആണ് വരുന്നത്. V അല്ലേ? ഫ്ലോക്സിന്റെ തൊട്ട് താഴത്ത് VX അതിന്റെ തൊട്ട് താഴെ. പിന്നെ ഓട്ടോമാറ്റിക് വരുമ്പോൾ ZX വരും. ഏകദേശം ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളെ അലോവിൽസ് നമ്മളെല്ലാ ഇതിൽ പറയുമ്പോൾ അലോവിൽസ് കാര്യങ്ങൾ നോർമൽ ചെറിയ മാറ്റങ്ങൾ. ബാക്കി ഹോണ്ട സിറ്റിനെ അപേക്ഷിച്ച് പറഞ്ഞാൽ ഒരു V എന്ന് പറഞ്ഞ പേരിൽ തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഹോണ്ടയുടെ വണ്ടികളുടെ ബേസിൽ തന്നെ
എല്ലാ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. വി വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ കിലോമീറ്റർ ഓടിയത് 55,000 പെട്രോൾ എഞ്ചിൻ. എത്ര? 55 സിംഗിൾ ഓണർ പെട്രോൾ എഞ്ചിൻ. ഓക്കെ. മാനുവൽ ഒരു 13-16 റേഞ്ച് മൈലേജ് നോക്കി ഓടിച്ചാൽ കിട്ടും. ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ എന്തായാലും കിട്ടും. ഹോണ്ട സിറ്റി 1.5 അല്ലേ വരാ? 1.5 സിസി ആണ് വരിക. ഓക്കെ. അപ്പോൾ അത്രയും പവറുള്ള ഐവിടെക് എഞ്ചിൻ ആയതുകൊണ്ട് നമ്മളെ ഡ്രൈവിംഗ് കംഫർട്ട് അനുസരിച്ച് മൈലേജ് കൂടാനുള്ള സാധ്യത വളരെ. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ പരീക്ഷിച്ചാൽ എൻ്റെ അടുത്ത് ഹോണ്ട അമേസ് ആണ്, പെട്രോളാണ്. റേസ് ചെയ്ത് പോകുമ്പോൾ മൈലേജ് കയറുന്നുണ്ട് ഇതിന്. ആക്സിലേറ്റർ വെറുതെ കത്തിക്കരുതെണ്ണ. 80-90 പോയിക്കോ, എണ്ണ കത്തിക്കാണ്ട് കയറ്റി കൊണ്ടുപോകുമ്പോൾ നല്ലോണം മൈലേജ് കയറുന്നുണ്ട്. 60-70 ഓടിക്കാൻ നിൽക്കണ്ട. ഒരു 80 പിടിച്ചു പോകണമെങ്കിൽ 90 ഉണ്ട് കേട്ടോ. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അതുപോലെ ഓടിച്ചാൽ അല്ല, സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അത് അനുസരിച്ച് പോണേ. മൈലേജ് കിട്ടേണ്ട സ്പീഡ് കൂട്ടി പോരുത്. ഞാൻ മറ്റേ ഹൈവേലൊക്കെ പിടിച്ച് പോവുകയാണ്. അല്ലാണ്ട് തന്നെ ടൗണിൽ കളിക്കുകയാണെങ്കിൽ നമ്മളൊരു 60-70 അധികം താത്തിക്കൊണ്ടുണ്ടോ ആ ഒരു സ്പീഡ് പോയാൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നൊരു സെഗ്മെന്റാണ്. നമ്മളെ നെറ്റ് റേറ്റ് വരുന്നത് 8,60 കൊടുക്കും. 8,60,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കുക. ഒരു 2 lakh IP ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 2018 വി ഓപ്ഷൻ ഹോണ്ട സിറ്റിയാണ്, പെട്രോൾ എഞ്ചിൻ വാഹനം. ഓക്കെ. വേറെ ക്ലെയിം ഒന്നുമില്ല അല്ലേ? 2 year വാറണ്ടി എല്ലാം ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. മാരുതി സുസുക്കി സിയാസ് KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു അടിപൊളി സെഡാൻ വാഹനം. സെഡാനിൽ തന്നെ പെട്രോളിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് 80 ആണ് വരുന്നത്. 80 ആണ്. ഓക്കെ. ZXi 80 അന്ന് ഇറങ്ങിയതിൽ വെച്ച എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, അലോയ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടോ, പ്രൊജക്ഷൻ ഹെഡ് ലാമ്പ് എല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ 39,000 കിലോമീറ്റർ വണ്ടി. അത്ര കൂടി സെക്കൻഡ് ഓണർഷിപ്പിൽ 39,000. ഇതില് ഫുൾ ഹിസ്റ്ററി ഉണ്ട്. വേറെ ഡിക്കി റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡിക്കി ഹിസ്റ്ററിയിലുള്ളതാണ്, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഡിക്കി റീപ്ലേസ് ഉണ്ട്, വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 1 year എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കാൻ വേണ്ടിയുണ്ട്. എത്രയും പാസ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കുന്ന വില അതിലുള്ളത് 6,59 ഒക്കെയാണ്. 6,39 മാർച്ച് മാസത്തെ ഓഫർ. 6,39,000 രൂപയ്ക്ക് 2015 ZXi ഓട്ടോമാറ്റിക് സിയാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ലൊരു അടിപൊളി സെഡാൻ വാഹനമാണ്. ഒരു 1 lakh ലോൺ ഇറക്കി കൊടുക്കാൻ പറ്റും. 1 lakh ഉണ്ടെങ്കിൽ ഇറക്കാൻ സാധിക്കും. ഒരു 15 അതിന്റെ ഉള്ളിലായിട്ട് കണ്ടാൽ മതി. പിന്നെ ഗിയർ ലാഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. പൊറോട്ടയൊക്കെ പോലെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫോർഡ് എക്കോസ്പോർട്ട് KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. ന്യൂ ഷേപ്പ് എക്കോസ്പോർട്ട് നിർത്തുന്നതിന്റെ ഒരു സെഗ്മെന്റിലേക്ക് വരുന്ന ടൈമിലുള്ള വണ്ടിയാണ്. ലാസ്റ്റ് ഷേപ്പാണ്. 18 വണ്ടി, 77,000 കിലോമീറ്റർ, ഡീസൽ എഞ്ചിനിൽ സെക്കൻഡ് RC ഉള്ള വണ്ടി. സെക്കൻഡ് RC ഓപ്ഷൻ ഏതാ? ടൈറ്റാനിയം. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 2018 മോഡൽ. 77,000 കിലോമീറ്റർ. സെക്കൻഡ് RC വണ്ടിയാണ്. പിന്നെ ഡീസലാണ് എഞ്ചിന്. ഇപ്പൊ ഒന്നുകൂടി ഡിമാൻഡ് കൂടി വരികയാണ്. ഫോർഡ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ റേറ്റ് വിടും. കാരണം ഓൾമോസ്റ്റ് ഇതിന്റെ ചെറിയ വണ്ടികൾക്കൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി വില കൂടിക്കൊണ്ടു. അത് ചെറിയ ടോക്ക് വന്നിട്ടുള്ളൂ, അന്നപ്പോഴേക്ക് തന്നെ വില കുറച്ച് സൈക്കിളിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് കാറാണ്. എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യങ്ങൾ എടുത്ത് വരാനല്ല, ഇതൊക്കെ വേറെ ലെവൽ സാധനമാണ്. ഇത് ഉപയോഗിച്ച ആളുകൾക്ക് ഒന്നും പറയാനില്ല. ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞു. മൈലേജും ഉണ്ടാവും, ലോങ് ഡ്രൈവ് ഒക്കെ നല്ല ഒരു 16-17 എന്തായാലും മൈലേജ് കിട്ടും. 17-18 വരെ ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഓക്കെ. പിന്നെ വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ. ഓക്കെ. ടൈറ്റാനിയം 2018 77,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് ഓണർഷിപ്പ്. സോറി. നമ്മുടെ പ്രൈസ് വരുന്നത് 8,30 കൊടുക്കാം. നമുക്ക് 8,30,000 ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ. ഈ വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാം ഫൈനലായിട്ട് ഈ എന്തെങ്കിലും നോക്കാന്ന് പറയുള്ളൂ, ഉറപ്പില്ല. അത്രയും നെറ്റ് റേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ ഹിസ്റ്ററി. കമ്പനി ഹിസ്റ്ററി നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ സാധിക്കും. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രൊഡക്ഷൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി ഇവിടെ ഫോണിന്റെ സർവീസ് സെന്റർ ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഇവർക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അപ്ഡേഷനിൽ ചിലപ്പം ലാസ്റ്റ് പീരീഡൊക്കെ ആയിട്ട് ഏത് ടൈമിലാണോ സർവീസ് ചെയ്തത് ആ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ആ സർവീസിന്റെ മുന്നോട്ടുള്ളത് മാത്രമേ കിട്ടൂ. അതിന് പിന്നീടുള്ള സർവീസ് കിട്ടൂല. കുറേയൊക്കെ അങ്ങനെ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. ശ്രദ്ധിക്കാം എന്തായാലും. ഓക്കെ. ലോൺ മാക്സിമം എന്തായാലും ലോൺ നമുക്ക് ഏകദേശം ഒരു 1.25 റേഞ്ചിലൊക്കെ IP അടച്ചാൽ വീണ്ടും ഒരു കിഡ് വന്നു. KL58 തലശ്ശേരി രജിസ്ട്രേഷനുള്ള വാഹനമാണ്.
9521 അല്ലേ? മാനുവലാണ് വണ്ടി വരുന്നത്. 2018 800 cc വരുന്ന RXL മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ 800 cc ആണ്. 18-20 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. ക്ലെയിമോ കാര്യങ്ങളോ? 52,000 കിലോമീറ്റർ ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ബോണ്ട് അല്ല നമ്മളെ 2 ഇയർ വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2 ഇയർ വാറണ്ടി. അത്രയും ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ട് എടുക്കുന്ന വണ്ടിയാണ് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ. നമുക്ക് പറഞ്ഞാൽ ഈ സ്ട്രക്ചറൽ ഡാമേജ് മാത്രമേ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നുള്ളൂ. അതായത് ചേസ്, ആപ്രോൺ, പിന്നെ അതൊക്കെയാണ് മേജർ എന്ന് പറയാം. ബാക്കിയുള്ള കാരണം നമ്മളെ ഇങ്ങനത്തെ റീപ്ലേസ്മെന്റ് ഒന്നും വണ്ടീനെ ബാധിക്കുന്നൊരു വിഷയമല്ല. റേറ്റിലെ ആ ഒരു ഡിപ്രിസിയേഷൻ എന്തായാലും വരും, അത്രയേ ഉള്ളൂ. പക്ഷേ വണ്ടീനെ ടെക്നിക്കലി ഒന്നും ബാധിക്കുന്നൊരു വിഷയമല്ല അങ്ങനത്തെ ചെറിയ റീപ്ലേസ്മെന്റ് ഒന്നും. പിന്നെ നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് നെറ്റ് റേറ്റ് 280. 2,80,000 രൂപയ്ക്ക് 2018 RXL മാനുവൽ 800 cc ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വാറണ്ടി നമുക്ക് 230 ലോൺ കിട്ടും. 50,000 രൂപ ഡൗൺ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഓക്കെ. ഹോണ്ട WRV KL13 കണ്ണൂർ വണ്ടി 2000 VX മാനുവലാണ് വണ്ടി വരുന്നത്. 2021 മോഡൽ, ഏറ്റവും ടോപ്പ് പെട്രോൾ എഞ്ചിൻ. പെട്രോൾ എഞ്ചിൻ. ഓക്കെ. പെട്രോൾ ആണ്. 13-16 അതാണ് മൈലേജ് പറയാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ. ഇതിൽ ഫീച്ചേഴ്സ് വരികയാണെങ്കിൽ സൺറൂഫ് കാര്യങ്ങൾ ഉണ്ടാവും അഡീഷണൽ ആയിട്ട് വരികയാണെങ്കിൽ. പിന്നെ അത്രയും കംഫർട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കാലൊക്കെ വെച്ചിട്ട് യാത്രാ സുഖം ഉണ്ടാവും. ഡ്രൈവ് എന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക പാല് പോലെ ഇങ്ങനെ ഓടിച്ചു. പിന്നെ ഹോണ്ടേൻ്റെ ആ ഒരു എഞ്ചിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒരു ഐവിടെക് എഞ്ചിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എല്ലാം ഈ വണ്ടിക്ക് കിട്ടും. പിന്നെ ഹോണ്ടേൻ്റെ എഞ്ചിൻ നമുക്ക് 2-3 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഗ്യാരണ്ടി തന്നെ. ഹോണ്ട 1 lakh തന്നെ അൺലിമിറ്റഡ് വാറണ്ടി വരുന്നുണ്ട്. പക്ഷേ പ്രോപ്പർ സർവീസ് പ്രോപ്പർ ചെയ്തു പോയാൽ 10,000 സർവീസ് ചെയ്ത് പോയാൽ ഒരു പ്രശ്നം വരില്ല. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഓക്കെ. എനിക്ക് നിർത്തുന്ന സമയത്ത് അന്ന് ഏകദേശം ഒരു 12 ലക്ഷം റുപ്യൻ്റെ റേഞ്ചിലായിട്ട് ഇനിയിപ്പോൾ WRV വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സെഗ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്നും കൺഫേം ആയിട്ടില്ല. നമ്മളെ പാസ്കിംഗ് വില 8,49 നെറ്റ് റേറ്റിനുള്ളൂ. 8,49,000 രൂപയ്ക്ക് ഈ ഒരു ഹോണ്ട WRV VX വാഹനം 2021 8ാം മാസമായിട്ട് രജിസ്ട്രേഷൻ. ഓക്കെ. നമുക്ക് ലോണൊരു 2 lakhൻ്റെ IP ഒക്കെ ഉണ്ടെങ്കിൽ 2 lakh ആണല്ലോ IP ഉണ്ട് ഇറക്കാം. അത്രയേ ഉള്ളൂ. വേറെ 2 വർഷം വാറണ്ടി, ഇവരുടെ വാറണ്ടി എന്തായാലും ഉണ്ടാവും. RSA എല്ലാം കിട്ടും. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് വീണ്ടും ഒരു ക്രെറ്റ തന്നെ. KL ഏതാ 7 ആണോ? 01. തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. പഴയ ഷേപ്പ് തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? പെട്രോൾ എഞ്ചിനാണ്. ഇത് നേരത്തെ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ഏകദേശം ഫുൾ ഓപ്ഷനാണ്. ഇത് ബേസ് മോഡലാണ്. 2015 വണ്ടി ഇയർ വരുന്നത്. 68,000 കിലോമീറ്റർ. സെക്കൻഡ് ആർസിൽ എസ് വേരിയൻ്റ് ആണ് വരുന്നത്. അതായത് ഓട്ടോമാറ്റിക് AC കൺട്രോൾ, സ്റ്റീരിയോ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഒഴിവാക്കിയാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 65,000 ഇറങ്ങുന്ന സമയത്ത് 12 ലക്ഷം റുപ്യൻ്റെ റേഞ്ചിലായിട്ട് വണ്ടിക്ക് വില ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഉണ്ട്? ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില 6,75,000 രൂപയ്ക്ക് 2015. ഗുണം എന്താ പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ഏകദേശം ഒരു 18-19 സ്വിഫ്റ്റ് കിട്ടണമെങ്കിൽ 6 ലക്ഷം റുപ്യ നമ്മൾ കൊടുക്കണം. കുറച്ചൊരു ഇയർ ബാക്കൗട്ട് ആണെങ്കിൽ തന്നെ ഒരു SUV യാത്ര ചെയ്യാൻ പറ്റും. അതും വലിയൊരു കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. പിന്നെ മൈലേജ് നോക്കാത്ത ആളാണെങ്കിൽ 1.6 എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് യാത്ര നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൺഫോർട്ട് കിട്ടും. അത്രേ ഉള്ളൂ. അത്രേ പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല. ഒരു 5-5.25 ലോൺ വരും. ലോൺ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനിയിപ്പോൾ തീരാൻ പോവാണ്. ഇന്നിപ്പോൾ എത്രയാണ്? 27. വീഡിയോ 28 ഇറങ്ങുകയാണെങ്കിൽ 28 നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ദിവസം 3 ദിവസമാണ് ഉണ്ടാകുക. വീഡിയോ കാണാനും നമുക്ക് പ്രൈസ് ഗ്യാപ്പിൽ വണ്ടി സ്വന്തമാക്കാനുള്ള ലാസ്റ്റ് 3 days മാക്സിമം ഈ ഒരു ഓഫർ ഈ ഒരു മാസമേ ഉണ്ടാവുള്ളൂ. ആ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് അത്രയും ഡിസ്കൗണ്ട് ആക്കിയിട്ടാണ് ചെയ്തത്. കമ്പാരിറ്റീവ്ലി വാറണ്ടി ഒക്കെ വരുന്നതിനെ കൊണ്ട് ചെറിയൊരു മാറ്റം, എന്നാലും മാർക്കറ്റ് റേറ്റിനേക്കാൾ വലിയ ഓവർ വിലയൊന്നുമില്ല. അത്രയും ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ വണ്ടി പെട്ടെന്ന് വേണ്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. എന്ത് തന്നെയാലും അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. വൈശാഖ, ഓക്കെ, നന്ദി, താങ്ക് യു, ബൈ.